ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശത്തിൽ 40-ാമത്തെ സന്ദേശത്തിൽ വളരെ മനോഹരമായതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ദൈവിക രഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. 40-ാമത്തെ സന്ദേശം ഇങ്ങനെയാണ്: 1929 വർഷം ഒരിക്കൽ ദിവ്യബലിയുടെ സമയത്ത് ദൈവസാന്നിധ്യം ഒരു പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുഭവിച്ചു. ഞാൻ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പല അവസരങ്ങളിലും ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിയകന്നു പോകുമായിരുന്നു. എന്തെന്നാൽ ദുഷ്ടാരൂപിയുടെ ഇരയാകുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം മറ്റുള്ളവർ ഇതെല്ലാം ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ഈ സന്ദേഹം കുറച്ചു നാൾ നീണ്ടു നിന്നു. ദിവ്യബലിയുടെ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി ഞങ്ങൾ വ്രതവാഗ്ദാനം പുതുക്കിയിരുന്നു. മുട്ടിൽ നിന്ന് എഴുന്നേറ്റ് വ്രതവാചകം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണ അരക്കച്ച കെട്ടി വെള്ള വസ്ത്രമിട്ട ഈശോ പെട്ടെന്ന് എൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: നിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കുവാൻ എൻ്റെ നിത്യമായ സ്നേഹം നിനക്ക് ഞാൻ തരുന്നു. അതിൻ്റെ അടയാളമായി വിശുദ്ധിക്ക് എതിരായ പ്രലോഭനം നിനക്കൊരിക്കലും ഉണ്ടാവുകയില്ല. ഈശോ തൻ്റെ സ്വർണ്ണ അരക്കച്ചയെടുത്ത് എൻ്റെ അരയിൽ കെട്ടി. അന്നു മുതൽ കന്യാവ്രതത്തിന് എതിരായ പ്രലോഭനങ്ങൾ ഒരിക്കലും ചിന്തയിലോ ഹൃദയത്തിലോ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഏറ്റവും പരിശുദ്ധ കന്യകാമറിയം എനിക്ക് വാങ്ങിത്തന്ന ഏറ്റവും വലിയ കൃപകളിൽ ഒന്നായിരുന്നു അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. വളരെ വർഷങ്ങളായി ഈ കൃപയ്ക്കായി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സമയം മുതൽ ദൈവമാതാവിനോട് കൂടുതൽ ഭക്തി എനിക്ക് അനുഭവപ്പെട്ടു. ആന്തരികമായി എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നും എല്ലാ കാര്യത്തിലും അവിടുത്തെ തിരുവിഷ്ടം എങ്ങനെ നടപ്പാക്കണമെന്നും അമ്മ എന്നെ പഠിപ്പിച്ചു. ഓ മറിയമേ, അങ്ങ് ആനന്ദമാണ്. എന്തെന്നാൽ അങ്ങയിലൂടെയാണ് ഈ ഭൂമിയിലേക്കും എൻ്റെ ഹൃദയത്തിലേക്കും ദൈവം കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, 40-ാമത്തെ സന്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട്. ഈശോ പറയുകയാണ്, വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുക. വിശുദ്ധ ഫൗസ്റ്റീന അതിനു മുമ്പിൽ തൻ്റെ ഒരു ആത്മീയ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും ഈശോയിൽ നിന്ന് ഓടി അകലുന്ന ഫൗസ്റ്റീന. കാരണം അതൊരു ദുഷ്ടാരൂപിയുടെ പ്രലോഭനമാണോ മിഥ്യാദർശനമാണോ എന്നൊക്കെയുള്ള സംശയം മറ്റു പലരുടെയും അഭിപ്രായത്തിൽ നിന്ന് അവളുടെ ഉള്ളിനെ ചഞ്ചലചിത്തയാക്കിയിരുന്നു. അവളുടെ ഉള്ളിനെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ ഓടി അകലാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? വിശുദ്ധ കുർബാനയുടെ സമയത്ത് വെള്ള വസ്ത്രം ധരിച്ച് സ്വർണ്ണ അരക്കച്ചയുമായിട്ട് ഈശോ പ്രത്യക്ഷനാവുകയാണ്. എന്നിട്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഇതാ എൻ്റെ സ്നേഹം നിനക്ക് തരികയാണ്. അതുകൊണ്ട് ഇനി മേലിൽ നിനക്ക് ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രലോഭനം ഉണ്ടാവുകയില്ല. നമ്മുടെ ഹൃദയമെല്ലാം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിലാണ്. ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ശമിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിറയുമ്പോൾ മാത്രമാണ്. മാനുഷിക സ്നേഹം കൊണ്ട് അതിനെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. വസ്തുക്കളുടെ സമൃദ്ധിയോ സമ്പത്തിൻ്റെ സമൃദ്ധിയോ ലൗകികവും ഭൗതികവുമായിട്ടുള്ള എന്തിൻ്റെയെങ്കിലും സമൃദ്ധി കൊണ്ട് ഒരിക്കലും ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത, ശാന്തത, സംതൃപ്തി അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും അത് ക്രേവിങ്ങിലായിരിക്കും. അതെപ്പോഴും ജഡികമായ സ്നേഹത്തിന് വേണ്ടി, ഭൗതികമായ സ്നേഹത്തിന് വേണ്ടി, അതുപോലെ തന്നെ വൈകാരികമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പ്രലോഭനത്തിലും പ്രയാണത്തിലും അതുപോലെ തന്നെ ഒരു അഭിനിവേശത്തിലും ഒക്കെ ആയിരിക്കും. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിനക്ക് എൻ്റെ സ്നേഹം തരികയാണ്, പൂർണ്ണമായിട്ട് തരിക. അതുകൊണ്ട് ഇനിമേലിൽ നിനക്ക് ഈ ഒരു പ്രലോഭനം നിനക്കുണ്ടാവുകയില്ല, ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള പ്രലോഭനം ഉണ്ടാവുകയില്ല. ഈശോയുടെ സ്നേഹം അവളുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അത് വലിയ ഒരു സമാധാനത്തിലേക്ക് വിശുദ്ധ ഫൗസ്റ്റീനയെ നയിക്കുക. അതിനുശേഷം ഫൗസ്റ്റീന തിരിച്ചറിയുകയാണ്, ഇത് പരിശുദ്ധ അമ്മ അവൾക്ക് വേണ്ടി നേടിക്കൊടുത്ത വലിയൊരു കൃപയാണ്, ഏറ്റവും വലിയ കൃപയെന്നാണ് അവൾ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ അമ്മയോട് നിരന്തരം ശുദ്ധത എന്ന പുണ്യത്തെ, ശുദ്ധത എന്ന ആ ഒരു അവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ ഫൗസ്റ്റീന കൃപകൾക്ക് വേണ്ടി യാചിച്ചിരുന്നു. കൃപയുടെ വിതരണക്കാരിയായ പരിശുദ്ധ കന്യകാമറിയം അവൾക്ക് വേണ്ടിയിട്ട് ഈ കൃപ നേടിക്കൊടുത്തു. ആ നിമിഷം മുതൽ അവൾക്ക് പരിശുദ്ധ അമ്മയോട് തീവ്രമായ ഭക്തി ഉണ്ടായി എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും അമ്മമാർ പാല് കൊടുത്തു കഴിയുമ്പോൾ, അമ്മമാർ ആഹാരം കൊടുത്തു കഴിയുമ്പോൾ ആ അമ്മയോട് തീവ്രമായിട്ടുള്ളൊരു സ്നേഹം ഡെവലപ്പ് ചെയ്തു തുടങ്ങും. മൃഗങ്ങളാണെങ്കിലും അതിന് ഭക്ഷണവും അതിന് വെള്ളവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ, അതിനെ ലാളിച്ചു കഴിയുമ്പോൾ, അതായത് അതിന് സ്നേഹം കൊടുത്തു കഴിയുമ്പോൾ അതിന് നമ്മളോടൊരു ഇണക്കം അനുഭവപ്പെടും. അങ്ങനെയാണല്ലോ നമ്മൾ മൃഗങ്ങളെ ഇണക്കിയെടുക്കുന്നത്. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, മാനുഷികമായ ഈ ഒരു അവസ്ഥയിൽ ആരൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നിട്ടുണ്ടോ അവരോട് തീവ്രമായിട്ടുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്നിടത്ത് ഈ ഒരു വലിയ തീവ്രമായ ഒരു ബന്ധവും നിലനിൽക്കുന്നുണ്ട്. കാരണം മറിയത്തിലൂടെയാണ് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ രക്ഷ ലഭിച്ചത്. അത് ഈശോ തന്നെയാണ്. മറിയത്തിലൂടെ ഈശോയെ കിട്ടിയതുകൊണ്ട് മറിയത്തോട് സ്വാഭാവികമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്നേഹമുണ്ട്.
പലപ്പോഴും മറിയത്തോടുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്നേഹത്തെയും ഭക്തിയെയും മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ടവർ വിമർശിക്കാറുണ്ട്. അത് തികച്ചും നന്ദിയില്ലായ്മയാണ്. അത് തികച്ചും എന്നാ ഒരു മാനുഷികമായ തലങ്ങളിൽ നിന്നുള്ള താഴെ വീഴലാണ്. അതിൽ നിന്നുള്ള ഒരു അധപ്പതനമാണ്. കാരണം ഒരു നന്മ ഒരാൾ നമുക്ക് വേണ്ടി ചെയ്താൽ ആ വ്യക്തിയോടൊരു സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാവുകയില്ലേ? സ്വന്തം അമ്മ നമുക്ക് പാല് തന്ന് സ്നേഹിച്ച് ലാളിച്ച് നമുക്ക് സംരക്ഷണം തന്നതുകൊണ്ടും നമ്മളെ പരിപാലിച്ചുകൊണ്ടുമല്ലേ അമ്മയോടൊരു സ്നേഹം ഉണ്ടാവുക. ജന്മം നൽകി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അമ്മയോട് ആർക്കാണ് സ്നേഹം ഉണ്ടാവുക? അപ്പോൾ അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ സ്നേഹവും ഏറ്റവും വലിയ പരിപാലനയും ഏറ്റവും വലിയ ലാളനയും ഏറ്റവും വലിയ അഭിഷേകവും സ്നേഹത്തിൻ്റെ അഭിഷേകമൊക്കെ നമുക്ക് ലഭിച്ചത് ഈ പറയുന്ന പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ ലഭിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതൊരു സ്വാഭാവിക പരിണാമമാണ് മറിയത്തോടുള്ള ഭക്തിയും മറിയത്തോടുള്ള സ്നേഹമൊക്കെ. അതുകൊണ്ടാണ് സകല തലമുറകളും അതങ്ങനെ തന്നെ ആയിരിക്കും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തലമുറകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം പലരും മറിയത്തോടുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭക്തിയും സ്നേഹവും ഒക്കെ വ്യർത്ഥമാണെന്നും വിഗ്രഹാരാധനയാണെന്നും ഒക്കെ പറയുമ്പോൾ അവർ സ്വയം മാനുഷികതയിൽ നിന്ന് പോലും അധപ്പതിച്ചു പോവുക. അവർ ദൈവികതയിൽ നിന്ന് മാത്രമല്ല മാനുഷികതയിൽ നിന്ന് പോലും അധപ്പതിച്ചു പോകുന്ന അവസ്ഥയിലാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള വചനം അവർക്കൊരു അഭിഷേകമായി തീരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ ഇതേ പരിശുദ്ധ അമ്മയോടുകൂടെ അമ്മ എപ്രകാരം ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചോ അതുപോലെ തന്നെ അമ്മയുടെ മക്കളായ നമ്മൾക്ക് ആ മാതൃവാത്സല്യത്തിൽ ഒരു ജന്മാവകാശം എന്ന നിലയിൽ ഒരു അമ്മയിൽ ഒരു മക്കൾക്കുള്ള അവകാശം എന്ന നിലയിൽ ഒരു പൈതൃക അവകാശം പോലെ തന്നെ ഒരു മാതൃ അവകാശം പോലെ നമുക്ക് ചോദിച്ചു വാങ്ങാം. പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ, ഞങ്ങൾ സംതൃപ്തരാവട്ടെ, ഭൗതികമായ വ്യർത്ഥമായ മായയായിട്ടുള്ള സ്നേഹങ്ങൾക്ക് പുറകെ ഞങ്ങൾ വ്യതിചലിക്കാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മേൽ കരുണയാകുവാൻ അവിടുത്തെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.